الحمد لله الذي كفى وسلام على عباده الذين اصطفى أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, മറ്റു എൻ്റെ കലാപ്രേമികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാം സമ്പൂർണമാണ്. അതിന്റെ നിയമങ്ങളും ശിആറുകളും തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഇസ്ലാം ഒരു സമ്പൂർണ്ണ മതമാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന ആപ്തവാക്യത്തിലൂടെ സദശക്തൻ പറഞ്ഞു വെക്കുന്നതും ഇതേ ആശയമാണ്. സമ്പൂർണതയുടെ പാരമതയിൽ എത്തി നിൽക്കുന്ന ഇസ്ലാമിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് ഇസ്ലാമിക നിയമങ്ങളിലെ വ്യക്തിബദ്ധതയാണ്. വ്യക്തി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇസ്ലാമിനെ മറ്റു മതഇസങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തുന്നതും. എന്നാൽ ഇസ്ലാമിക നിയമങ്ങളെല്ലാം, പ്രത്യേകിച്ച് ശിക്ഷാ നിയമങ്ങളെല്ലാം യുക്തിരഹിതമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ഒരു ഭീകരതയുടെയും അസമത്വത്തിന്റെയും മതമായി ചിത്രീകരിക്കുന്നത് പുതിയ ട്രെൻഡായി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെ ഒരു പുരുഷന്റേതായ നിയമങ്ങൾ നിശ്ചയിക്കുമ്പോൾ സ്ത്രീക്ക് അവളുടെ സഹജമായ എല്ലാ ബലഹീനതകളെയും പരിഗണിച്ച് നിയമങ്ങൾ നിർമ്മിക്കാനും ഇസ്ലാം മറന്നില്ല. എന്നാൽ ഇസ്ലാമിക ശിക്ഷാ നടപടികൾ തീവ്രവും ക്രൂരവുമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരോട് നിങ്ങൾ ഉത്തരേന്ത്യയിലെ ആശ എന്ന മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ മാസങ്ങളോളം കുത്തിയിരിപ്പ് സമരം നടത്തി അവസാനം തന്നെ മകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഹൃദയം കൊന്നുകളഞ്ഞ പ്രതികൾക്ക് തൂക്കുവയർ വാങ്ങിക്കൊടുത്തപ്പോൾ ആ കവളിലൂടെ ഒലിച്ചിറങ്ങിയത് വെറും ഒരു ആനന്ദരാശി മാത്രമായിരുന്നില്ല, മറിച്ച് നിർവൃതിയുടെയും ആത്മസംതൃപ്തിയുടെയും ചുടുനീരായിരുന്നു. വേണ്ട, അങ്ങകളേക്കൊന്നും നോക്കണ്ട. ഇങ്ങ് കേരളത്തിൽ കാമുകി എന്ന പേരിൽ കൊഞ്ചിയും കുഴഞ്ഞും കഥകൾ പറഞ്ഞും ഒപ്പം നടന്ന് അവസാനം തങ്ങളുടെ മകനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മക്ക് തൂക്കുവയർ വാങ്ങിക്കൊടുത്തപ്പോൾ ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞത് വേദന കൊണ്ടായിരുന്നില്ല, മറിച്ച് നീതി ലഭിച്ച ആശ്വാസത്തിന്റെ പേരിലായിരുന്നു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പ്രബുദ്ധ ഇന്ത്യയിൽ ഇത് വെറും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം. ബൽക്കിസ് ബാലുവിനെ പോലെ, സൗമ്യയെ പോലെ നീതി സ്വപ്നത്തിൽ മാത്രം കാണുന്നവർ ഇവിടെ ഏറെയാണ്. സെല്ലിൽ കിടന്ന് ബോളടിച്ച് ജയിൽ ചാടിയ ഗോവിന്ദചാമി ഇന്ത്യൻ തടവരുടെ സുഖവിശേഷങ്ങൾ പങ്കുവച്ചിട്ട് നാളുകൾ ഏറെയായിട്ടില്ല. ഇവിടെയാണ് ഇസ്ലാമിന് പ്രസക്തിയേറുന്നത്. ഹൈവാനുന്നാത്തിക്കും സംസാരിക്കുന്ന മൃഗമെന്ന് നിർവചനം പറയപ്പെട്ട മനുഷ്യനുള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന മൃഗം. നിർബലയുടെ മേളയിക്കുന്ന അക്രമങ്ങളുടെയും കാമാസക്തിയുടെയും ഭാണ്ഡകെട്ടുകൾക്ക് കെട്ടിടുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. ജയിലിട്ട് 3 നേരം മൂക്കറ്റം തിന്നാൻ കൊടുത്താൽ സമൂഹത്തിലെ അക്രമങ്ങൾക്ക് അറുതി വരുത്താനാവില്ല, മറിച്ച് അക്രമങ്ങൾക്ക് കൈപ്പൊങ്ങാത്ത വിധം, ആസക്തിയോടെ കൈയെത്താത്ത വിധം ശിക്ഷ കൊടുത്താലേ അക്രമങ്ങൾ കെട്ടടങ്ങൂ. ഇതാണ് ഇസ്ലാമിന്റെ രീതി. ബഹുമാനികളെ, നിയമങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ സമത്വമില്ലെന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പാക്കുന്നതിലൂടെ സമത്വം ഇസ്ലാമിന് കണിശമാണ്. കാരണം എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് മോചിതനെങ്കിൽ ഞാൻ അവളുടെ കൈ മുറിച്ച് മാറ്റുന്നതാണ് എന്ന് പ്രഖ്യാപിച്ച പ്രവാചകനാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുതലാളിയോ തൊഴിലാളിയോ കുബേരനോ കുചേലനോ ഭരണീയരോ ഭരണകർത്താക്കളോ ഇസ്ലാമിക ശിക്ഷാ നടപടികൾക്ക് ഏവരും തുല്യമാണ്. അവസാനമായി ഇസ്ലാമിക ശിക്ഷാ നടപടികൾ നടപ്പാക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തിലെ അക്രമങ്ങൾക്ക് അറുതി വരുത്താനാവൂ എന്ന പ്രഖ്യാപനത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മത്സരം തുടരുന്നു. അടുത്ത കോഡ് നമ്പർ 360.